വഫാത്തായല്ലോ. ആ വഫാത്തായ മാസം ഏത്? റസൂലുള്ള വഫാത്തായ ദിവസം ഏത്? റസൂലുള്ള വഫാത്തായ തീയതി ഏത്? റസൂലുള്ള വഫാത്തായ സമയമേത്? അത് എനിക്കറിഞ്ഞുകൂടെ മൗലവി, അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മൗലവി, അത് ഞങ്ങൾ പഠിച്ചിട്ടില്ല മൗലവി എന്നാണ് മറുപടി. എങ്കിൽ അന്വേഷിച്ചോളൂ. അല്ല ഉസ്താദേ, നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്ന് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ ആഘോഷിക്കുന്നു, ഞങ്ങൾ ആഹ്ലാദിക്കുന്നു, ഞങ്ങൾ പായസം വെക്കുന്നു, ഞങ്ങൾ നെയ്ച്ചോറൊരുക്കുന്നു, ഞങ്ങൾ മിഠായി വിതരണം ചെയ്യുന്നു, ഞങ്ങൾ പുൽക്കൂടികൾ ഒരുക്കുന്നു, ഞങ്ങൾ ജാഥ നടത്തുന്നു, ഞങ്ങൾ സിന്ദാബാദ് വിളിക്കുന്നു, മുജാഹിദ് പള്ളിയുടെ മുന്നിലെത്തിയാൽ 2 മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നു. അങ്ങനെ പലതരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷം പ്രകടിപ്പിക്കുമ്പോ ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ മാസം ഏത്? ഏത് മാസമാണ് റസൂലുള്ള വഫാത്തായത്? റബീഉൽ അവ്വൽ മാസം. ഏത് ദിവസത്തിലാണ് റസൂലുള്ള വഫാത്തായത്? തിങ്കളാഴ്ച ദിവസം. ഏത് തീയതിയാണ് റസൂലുള്ള വഫാത്തായത്? 12 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നു. പക്ഷേ അതൊന്ന് ആലോചിക്കാൻ ആര് സമയം? ആർക്ക് സമയം? ആർക്ക് ആർക്ക് ചിന്തിക്കണം? ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ടും സന്തോഷിക്കട്ടെ, അതുകൊണ്ടും ആനന്ദിക്കട്ടെ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ ആളുണ്ടാകുമെങ്കിൽ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം. സ്വന്തം ബാപ്പ മരിച്ച ദിവസം ആഘോഷിക്കുന്ന ഒരു മകൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? സ്വന്തം മകളുടെ കല്യാണം തീരുമാനിക്കുകയാണ്. അതേ, ആ മകന്റെ കല്യാണം തീരുമാനിക്കുമ്പോ വധുവിന്റെ ഭാഗത്ത് നിന്നെത്തിയ ആളുകൾ പറയുന്നു, അതേ മാർച്ച് 13-ാം തീയതി കല്യാണം നടത്താം. ആ വീട്ടുകാരൻ എടുത്തു നോക്കുന്നു കലണ്ടർ. മാർച്ച് 13 എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്റെ വാപ്പ മരിച്ച ദിവസമാണെന്ന്. അന്ന് ഏതായാലും കല്യാണം വേണ്ട എന്ന് പറയുമെങ്കിൽ, അതേ ഉമ്മ മരിച്ച ദിവസം ആഘോഷിക്കാൻ ഒരു മകന് കഴിയില്ല എങ്കിൽ ആ ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ഈ ലോകത്തുള്ള സർവ്വതിനേക്കാൾ സ്നേഹിക്കേണ്ട അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ദിവസം ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾ, ഏത് കാട്ടാളന്മാരാകട്ടെ, ശിലായുഗത്തിൽ ജീവിച്ചവരാകട്ടെ, വസ്ത്രം തുന്നാതെ പച്ചിലകൾ പറിച്ച് നാണം മറച്ചവരാകട്ടെ, ആ ശിലായുഗത്തിൽ ജീവിച്ച കാട്ടാളന്മാർക്കിടയിൽ പോലും സ്വന്തം നേതാവ് മരിച്ച ദിവസം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം നിലനിന്നതായി കാണുമോ? ഒരിക്കലുമില്ലെങ്കിൽ. അതേ, ചിരപുരാതനമായ കാലഘട്ടത്തിൽ പരിഷ്കാരം എന്തെന്നറിയാതെ, ചിന്ത എന്തെന്നറിയാതെ, പുരോഗമനം എന്തെന്നറിയാതെ ജീവിച്ച ആളുകൾ പോലും ആ മാന്യത വെച്ചു പുലർത്തിയെങ്കിൽ ഇന്ത്യ രാജ്യത്തടക്കം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലടക്കം അതേ മുസ്ലിങ്ങൾ എന്ന് വാദിച്ചുകൊണ്ട് തന്നെ, നബിയോടുള്ള ഹുബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ റസൂലുള്ള വഫാത്തായ ദിവസം ആഘോഷിക്കുന്ന മുസ്ലിം ഉണ്ടെന്ന് പറയുമ്പോൾ എവിടെയാണ് സ്നേഹം? എവിടെയാണ് സ്നേഹം? എന്താണ് സ്നേഹം? ഇതിന്ന് ഞാൻ പറഞ്ഞു പോയ നാളെ മറുപടി വരും, എനിക്കറിയാം. എന്താ മറുപടി? അല്ല മൗലവി, ദുഃഖിക്കാൻ ഇസ്ലാമിൽ ഒരു രേഖയും ഇല്ല, സന്തോഷിക്കാൻ നിരവധി രേഖ ഉണ്ട്, ദുഃഖിക്കാൻ രേഖയില്ല.